ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പാവയ്ക്ക വെച്ചുള്ളൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാനാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഉപ്പ് പുരട്ടി വെക്കാമേ. ഒരു അരമണിക്കൂർ ഉപ്പ് പുരട്ടി വെക്കണം. അതിനുശേഷം ഞാൻ ആ ഉപ്പ് പുരട്ടി വെച്ചില്ലായിരുന്നോ, അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ അതിനകത്ത് കയ്പ്പൊക്കെ പോകും കേട്ടോ. അതിന് വേണ്ടിയാണ് ഉപ്പിട്ടിട്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷം അത് കഴുകാൻ പറയുന്നത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മാങ്ങാപ്പൊടിയാണ് കേട്ടോ, അത് ഓപ്ഷണലാണ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ചിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അതിനകത്തെല്ലാം ഉപ്പ് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല കടക്കായിട്ട് നമുക്ക് ചിപ്സൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാൻ പറ്റും ഇത് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ സൈഡിലൊക്കെ വെച്ച് ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടമാണ്, ഒരു പാവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ എടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ തീയിൽ തന്നെ ഇടണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട്. ഇതുപോലെ റെഡ് കളറായിട്ട് വരും കേട്ടോ, നല്ല ബ്രൗൺ റെഡിഷ് കളറായിട്ട് വരും. ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല കടക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കുട്ടികളൊക്കെ നല്ലതുപോലെ കഴിക്കും കേട്ടോ. ഇതിന് കയ്പൊന്നും അധികം കാണില്ല, കാരണം നമ്മൾ ഉപ്പിട്ടൊക്കെ വെച്ചിരുന്നതുകൊണ്ട് കയ്പെല്ലാം പോകും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും മറ്റു കറികളൊന്നും വേണമെന്നില്ല, ഇത് മാത്രം ഉണ്ടായാൽ മതി കേട്ടോ. നല്ലതുപോലെ ചോറ് കഴിക്കാൻ പറ്റും. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.